മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ കൺഫോമബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു ദ സെക്കൻഡ് മെട്രിക്സ് കോളം. ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2/2 ആണ്. 2 റോയും 2 കോളവും ഉണ്ട്. ഇവിടുത്തെ ഡയമെൻഷൻ 2/3 ആണ്. 2 റോ ഉണ്ട്, പക്ഷേ 3 കോളമാണ്. എന്നാലും പ്രശ്നമില്ല. ഇവിടുത്തെ ഇവിടുത്തെ കോളം എന്ന് പറയുന്ന ഇതിൻ്റെ റോയ്ക്ക് ഈക്വലാണ്. 2/2 രണ്ടും 2 ആണ് വന്നിരിക്കുന്നത്. അപ്പം റിസൾട്ടിങ് മെട്രിക്സ് സോ ദേ ആർ കൺഫോമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും കൺഫോമബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റോയുടെ എണ്ണം ഇതിൻ്റെ കോളത്തിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കണം. ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ദേ ആർ കൺഫോമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. കൺഫോമബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, റിസൾട്ടിങ് മെട്രിക്സ് വിൽ ബി ഓഫ് ഡയമെൻഷൻ 2/3. റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ 2/3 ആയിരിക്കും. നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സ് 2/3 ഫോമിലായിരിക്കും കിട്ടുന്നത്. ആൻസർ ചെയ്യുന്നതിന് ആദ്യം ഇതിൻ്റെ റോയെ ഇതിൻ്റെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ റോ എന്ന് പറയുന്നത് 5, 6 ആണ്. ഇതിൻ്റെ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് 2, 1 ആണ്. അപ്പോൾ 5 × 2 ആദ്യത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ 5 × 2 + 6 × 1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ ഇത് കണക്കുള്ളൊരു നമ്പർ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ 2/3 ഫോമിലാണ്. അതായത് 2 റോയെ കാണത്തുള്ളൂ, പക്ഷേ 3 കോളവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് വരും, ഇവിടെ ഒരു എലമെൻറ്റ് വെച്ച് വരുന്നുണ്ട്. ഇവിടെ ഇത്ര എലമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് രണ്ടാമത്തെ ഈ റോയ്ക്കകത്ത് എടുക്കുന്ന രണ്ടാമത്തെ എലമെൻറ്റ് ഇൻറ്റു ആദ്യത്തെ കോളത്തിലെ എലമെൻറ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യണം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. 5 × 3 + 6 × 6. മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് റോയിനെ തേർഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 2 + 6 × 1. അപ്പോൾ ആദ്യത്തെ 3 എലമെൻറ്റ് കിട്ടും. ഇതിലൂടെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോയിൽ എലമെൻറ്റ് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ റോയെ ഓരോ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 + 4 × 1. 2 × 3 + 4 × 6. 2 × 2 + 4 × 1. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ എലമെൻറ്റും നമുക്കായിട്ടുണ്ട്. ഇതിനെ സോൾവ് ചെയ്താൽ മതി. 5 × 2 10 + 6 16. 5 × 3 15 + 36 36 10 46 46 51. 5 × 2 10 + 6 16. 2 × 4 + 4 8. 3 2s 6 6 4s 24 24 6 30. 2 2s 4 + 4 8. ഇതാണ് മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ റിസൾട്ടിങ് മെട്രിക്സ് ഓഫ് ഡയമെൻഷൻ 2/3 ആണ് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അത് എപ്പോഴും നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ റോയിനെ ആദ്യത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് 2 കോളം കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. താഴത്തേനെ എടുത്ത് പിന്നെ 3 എണ്ണമായിട്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ റിസൾട്ടിങ് മെട്രിക്സ്. ആദ്യം കൺഫോമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നോക്കണം. പിന്നെ റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഏതാണെന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2/3 അല്ലെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി. ഇവിടുത്തെ റോയിനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ഇതിനെ എടുത്ത് ഇപ്പുറത്ത് വേണം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നത് തെറ്റാ. അപ്പോൾ കൺഫോമബിലിറ്റി നോക്കണം. പിന്നെ പുതിയ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും.